എൻ ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. അമ്മേ മാതാവേ, ഇന്ന് ഈ പോട്ടാശ്രമത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അമ്മയുടെ നീല മേലങ്കിക്കുള്ളിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് ഇടപെടണം. ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പലവിധ അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. അമ്മേ മാതാവേ, നല്ലതും ചീത്തതും തിരിച്ചറിയാൻ അമ്മേ മാതാവേ, അമ്മ മകനെ വളർത്തിയതുപോലെ ഞങ്ങളെയും വളർത്തണമേ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20. അതിൽ പൗലോസ്ലീഹ ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്. ഇന്നത്തെ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ നമ്മളും പൗലോസ്ലീഹായുടെ ഒപ്പം ഈ വചനം നമ്മൾ പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാലോ? ഈ വചനം നമുക്ക് നേറ്റു പറയാം. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം തിരുവചനം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇന്നത്തെ ഈ ദിവസത്തില് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം ആവർത്തിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ പറയുക. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. ഇന്ന് പൗലോസ്ലീഹ നമുക്ക് നൽകുന്ന വാഗ്ദാനം ഇതാണ്. ഈ വചനം ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ആവർത്തിച്ച് പറയണം. ഇത് പറയുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടാവും, നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങളുണ്ടാവും, നമ്മുടെ അന്തരീക്ഷത്തിൽ മാറ്റങ്ങളുണ്ടാവും. ചിലർക്കിത് പറയുമ്പോൾ വലിയ ഭാരം, ദുഃഖം അങ്ങോട്ട് പറയാനായിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല. അച്ഛാ, ഈ പറയുന്നതും എൻ്റെ ജീവിതവും തമ്മിൽ അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ലച്ചോ. കാരണം എനിക്ക് തന്നെ അറിയാം ക്രിസ്തു അല്ല എന്നിൽ ജീവിക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞാൽ കുഴപ്പമാവില്ലേ? അത് കുഴപ്പമാവില്ല. മറിച്ച് ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഈ വചനം ഇന്നത്തെ ദിവസം, ഇന്നത്തെ വാഗ്ദാനമാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, നിന്റെ ജീവിത അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ കാര്യവും അങ്ങനെ തന്നെ. അതായത് വളരെ അവിചാരിതമായിട്ടൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ടാവും. ഈ വചനം എനിക്കും നിങ്ങൾക്കും ഉള്ള വചനമാണ്. നിങ്ങൾ ആര് തന്നെയാണെങ്കിലും ഈ വചനം ആവർത്തിച്ച് ഇത് പറയുന്നതനുസരിച്ച് നമ്മിലും അന്തരീക്ഷത്തിലും മാറ്റമുണ്ടാവും. ആരായിരുന്നു പൗലോസ്? പൗലോസിന്റെ മുൻ പേരെന്തായിരുന്നു? സാവൂൾ. ആരായിരുന്നു സാവൂൾ? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവൻ, അല്ലേ? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവൻ. ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തപ്പാനോസിന്റെ, സ്റ്റീഫന്റെ രക്തസാക്ഷിത്വം നടക്കുമ്പോൾ അതിന് സാക്ഷിയായവൻ, ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി ഓടി നടന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാവൂളിന്റെ പശ്ചാത്തലം അത്ര സുന്ദരമല്ല. അത്രമേൽ പാപാവസ്ഥയിലൂടെ കടന്നുപോയ സാവൂൾ. ആ സാവൂളാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ വചനം കേൾക്കുന്ന നമുക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. ചിലരുടെയെങ്കിലും ഉള്ളിൽ ഒരു ചിന്തയുണ്ടാവും, ഞാൻ എങ്ങനെ നന്നാവാനാണ്? എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാനൊന്നും നന്നാവൂല്ല. ചിലപ്പോൾ നമ്മളെക്കുറിച്ചല്ല, നമ്മുടെ വീട്ടിലുള്ളവരെ കുറിച്ചൊരു ചിന്തയുണ്ടാവും.
ഓ, ഇയാളൊന്നും ഇനി നന്നാകാൻ പോകുന്നില്ല, ഇത്രയും പ്രായമായി, ഇത്രയും വലിയ പാപാവസ്ഥയിലാണ്, ഇയാളൊന്നും ഇനി മെച്ചപ്പെടാൻ പോകുന്നില്ല എന്നൊരു ചിന്തയുണ്ടാവും. എന്നാൽ പൗലോസ്ലീഹ ഈ വിഷയങ്ങൾക്ക് ഒരു മാതൃകയാണ്. ഇന്ന് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എങ്ങനെയുള്ള വ്യക്തിയാണെന്നറിയോ? ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലും പരിചയത്തിലുമുള്ള ഒരു വ്യക്തി, അയാൾ പള്ളി പോകാതെ, പ്രാർത്ഥിക്കാതെ, കുടുംബവിചാരമില്ലാതെ, ഉത്തരവാദിത്വമില്ലാതെ, ദൈവത്തെയും ദൈവകാര്യങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്ന ഒരാൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ തെളിയും. മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ഒരാളുണ്ടാവും. ഇനിയിപ്പോൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കിടയിലുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികളായിട്ടുണ്ടാവും. ആരെയെങ്കിലും ഒരാളെ ഇന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇന്ന് പൗലോസ്ലീഹായുടെ ഈ വചനം നമ്മൾ അയാൾക്ക് വേണ്ടി സമ്മാനിക്കണം. ആ വ്യക്തിക്ക് വേണ്ടി ഇന്നത്തെ ദിവസത്തിൽ ഒരു കൊന്തയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണം. ചിലപ്പോൾ എഴുതി തള്ളിക്കളഞ്ഞതാവും. നമ്മൾ അങ്ങനെയാണല്ലോ മലയാളത്തിൽ പറയുന്നത്, ഇയാൾ നന്നാവില്ല എന്ന്. അയാൾ എഴുതി തള്ളിക്കളഞ്ഞു. ഇയാളിനി ശരിയാകത്തില്ല, വർഷങ്ങൾ കുറേയായി ഇയാളുടെ ഈ തെമ്മാടിത്തരവും ഈ സ്വഭാവവും, ഇയാളിനി നന്നാവിയാല. നമ്മൾ എഴുതി തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ദൈവം എഴുതി തള്ളത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന വഴി പൗലോസ്ലീഹായ്ക്കുണ്ടായ മാനസാന്തരം പോലെ ആ വ്യക്തിയിലും ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാവോ? അങ്ങനെ ഒരു വ്യക്തിയെയും തള്ളിക്കളയാതെ പൗലോസ്ലീഹ ജീവിതത്തിൽ അനുഭവിച്ച അതേ മാനസാന്തരം നമ്മുടെ പ്രാർത്ഥനയിലൂടെ ചില വ്യക്തികളിൽ സംഭവിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രാർത്ഥന വഴി ഇന്നോളം ആരെങ്കിലും മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കാവോ? അതായത് നിങ്ങൾ പ്രാർത്ഥിച്ച് അതുവഴി ആരെങ്കിലും ഒരാൾ കുടുംബത്തിൽ ദൈവത്തെയും കുടുംബത്തിലോ ഇടവകയിലോ കൂട്ടായ്മയിലോ ജീവിക്കുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് തിരിച്ചു വന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥന വഴി ഒന്ന് കൈവക്കാവോ? നിങ്ങളുടെ പ്രാർത്ഥന വഴി കുറേ പേരുണ്ട് കണ്ടോ, 4, 5, 6, 7 പേരൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവർ കൈവക്കണമെന്നുണ്ട്. അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരാണ് ദൈവമേ ഉണ്ടെന്ന്. ഹല്ലേലൂയ. നിന്റെ തോളത്താണ് നിന്റെ വീടിന്റെ അനുഗ്രഹം ഇരിക്കുന്നത്. ഇതറിഞ്ഞാൽ മെച്ചപ്പെടും, ഇല്ലെങ്കിൽ ഭാരപ്പെടും. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നൊരു ചേച്ചി ഇരുന്ന് ഭയങ്കര കരച്ചിലിനിടയിൽ ഈ ചേച്ചി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ മകൻ തീർന്നു. ഞാൻ ചോദിച്ചു, തീർന്നെന്നോ? അതുപോലെ ഇപ്പൊ അവന്റെ നടപ്പ്. +2 കഴിഞ്ഞപ്പോൾ മുതൽ അവന്റെ സ്വഭാവം അച്ഛാ ഭയങ്കര പേടിപ്പെടുത്തുന്ന സ്വഭാവം. എന്നിട്ട് ഈ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ മകന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പേടിയാ അച്ഛാ, ഇതെവിടെ ചെന്ന് അവസാനിക്കും? അവൻ രാത്രി വൈകിയാണ് വരുന്നത്, എഴുന്നേൽക്കുന്നത് ഒരു ഉച്ച കഴിയും. അത് കഴിഞ്ഞിട്ട് വീട്ടിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കും, എന്നിട്ടൊരു പോക്കാച്ചാ. പിന്നെ വീണ്ടും വരും രാത്രിയിൽ വൈകി. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ജീവിത പങ്കാളി? അത് അതിനേക്കാൾ അപ്പുറം. അച്ഛാ ഈ അപ്പനും മകനും തമ്മിൽ കീരിയും പാമ്പും പോലെയാ. അപ്പം പറയുന്നു എൻ്റെ വളർത്തു ദോഷമാണ് അവൻ ഇങ്ങനെ ആയിപ്പോയെന്ന്, അതുകൊണ്ടാണ് അവൻ അങ്ങനെയായത്. ഈ മകൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അപ്പനെക്കുറിച്ച് എൻ്റെ ചെവി വന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ്റെയും മകൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ജാമായിട്ടിരിക്കുവാണ്. അച്ഛാ ഞാൻ കാരണമാണോ എൻ്റെ ഈ മകൻ ഇങ്ങനെയായി പോയത്? ഞാനിനി എന്നാ ചെയ്യേണ്ടത്? ഈ അമ്മ ഇരുന്നുകൊണ്ട് കരയുവാണ്. വീട്ടിലൊരു സമാധാനമില്ല. ഞാൻ ചോദിച്ചു, ചേച്ചി ഒരു കാര്യം ചെയ്യുമോ? എല്ലാ ദിവസവും പരിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. ചേച്ചിക്ക് ശക്തി വേണം. ചേച്ചിയുടെ തോളിലാണ് ഇപ്പൊ വീടിരിക്കുന്നത്. ആ വീടിൻ്റെ തൂണിരിക്കുന്നത് ചേച്ചിയുടെ കയ്യിലാ. ചേച്ചി മാറിയാൽ ആ വീട് 10 പറഞ്ഞ് വീഴും.
അതുകൊണ്ട് ഈ തൂണിന് ബലം വേണ്ടേ? അതിനെന്ത് വേണം? എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ഈ പരിശുദ്ധ കുർബാനയാണ് സഹോദരിയുടെ ബലം. ഭർത്താവിനെയും മകനെയും മാനേജ് ചെയ്യണ്ടേ? ഈ വീട് നിലനിൽക്കണ്ടേ? ഈ ചേച്ചി ചോദിച്ചു, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഞങ്ങളുടെയൊക്കെ വീടിന് ചുറ്റുവട്ടത്തും എത്ര പേരെ സന്തോഷത്തിൽ കഴിയുന്നേ? എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ നല്ല ആഘോഷമായിട്ട് ജീവിക്കുന്നു. എന്നാൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? പ്രിയപ്പെട്ടവരെ, അത് ദൈവം ചിലരുടെ തോളിൽ വെച്ചു കൊടുത്തിരിക്കുന്നതാ. അവരുടെ പ്രാർത്ഥനയിലൂടെ വേണം ആ വീട് മെച്ചപ്പെടാൻ. അവരുടെ പ്രാർത്ഥനയിലൂടെ വേണം ആ വീട് നിലനിൽക്കാൻ. നിന്റെ തോളത്താണ് ദൈവം നിന്റെ വീടിനെ പണിതിരിക്കുന്നത്. നീയാണ് നിന്റെ വീടിന്റെ തൂണ്. നീ ഇട്ടിട്ട് പോയാൽ ആ വീട് നിലംപതിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിക്കുന്നതാണ് രംഗം. ഈശോയുടെ അടുക്ക വന്ന് കരഞ്ഞപേക്ഷിക്കുന്നതാണ്. ആർക്ക് വേണ്ടിയാണെന്നറിയാവോ? ആർക്ക് വേണ്ടിയാ? സ്വന്തം മകൾക്ക് വേണ്ടി കരയുന്ന അമ്മ. ഈശോയുടെ അടുക്ക വന്നിട്ട് ഈ അമ്മ കരഞ്ഞോണ്ട് പറയാണ്, ഈശോയെ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. അമ്മ ഈശോയുടെ അടുക്ക വന്ന് കരച്ചിലോട് കരച്ചില്. എന്നിട്ട് പറയാണ്, എൻ്റെ ഈശോയെ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു, നീ എന്തെങ്കിലും ചെയ്യണം. പിന്നീട് അവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ ഉണ്ട്. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയുണ്ട്. ഈശോ പറഞ്ഞു, മോളെ, നിന്റെ വിശ്വാസം അത്രമേൽ വലുതാണ്. തൽക്ഷണം വീട്ടിലുള്ള ആ മകള് സൗഖ്യം പ്രാപിച്ചു. ആരുടെ പ്രാർത്ഥന കൊണ്ടാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടത്? അമ്മയുടെ പ്രാർത്ഥന കൊണ്ട്. ആ വീട്ടില് ആ മകള് രക്ഷപ്പെടാൻ ഒരമ്മയുണ്ടായിരുന്നു. ആ വീട്ടിൽ ആ മകള് രക്ഷപ്പെടാൻ. ആ മകള് പിശാചിന്റെ പീഡകളാൽ വീട്ടിൽ കിടക്കുവാണ്. പക്ഷേ ഈ അമ്മ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, അത് അപ്പനാവാം, സഹോദരനാവാം, അമ്മയാവാം, സഹോദരിയാവാം, ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിന്റെ തോളത്താണ് നിന്റെ വീടിരിക്കുന്നത്. നിന്റെ തോളത്താണ് നിന്റെ വീട്ടിലെ സമാധാനം ഇരിക്കുന്നത്. നീ ഇട്ടിട്ട് പോയാൽ അത് നിലംപതിക്കും. ത്യാഗം അത് നിന്റെ തോളിൽ നിനക്ക് വഹിക്കാൻ ദൈവം തന്നിട്ടുണ്ട്. നിന്നെക്കൊണ്ട് പറ്റും. നിന്റെ പ്രാർത്ഥനയും നിന്റെ കണ്ണുനീരും നിന്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികാലങ്ങളിലെ പ്രാർത്ഥനയും മൂലമാണ് നിന്റെ വീടിനെ പിടിച്ചു നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലമുണ്ടാവും. കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകും. പൗലോസ്ലീഹ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോടും പറയുന്ന, എന്നോടും പറയുന്ന കാര്യം, നമ്മുടെ പശ്ചാത്തലം എന്തോ ആയിക്കൊള്ളട്ടെ, നീ എത്ര ഉഴപ്പനോ തെമ്മാടിയോ പാപിയോ എത്ര വലിയ ക്രൂരത നിറഞ്ഞ ആയിക്കോട്ടെ, നിന്റെ പാസ്റ്റ് ഇനി ദൈവം അന്വേഷിക്കുന്നില്ല. നിന്റെ പഴയതിനി ചകയാൻ പോകുന്നില്ല. മറിച്ച് ദേ പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഈ കാര്യം, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം തിരുവചനം. ഏതാ വചനം? പഠിച്ചു പറഞ്ഞേ. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ചാലോ? 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കണ്ണുകളടച്ചേ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലരുടെ മുഖങ്ങൾ തെളിഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ചിലരുടെ മുഖമായിരിക്കും. ചില കാരണങ്ങളുടെ പേരിൽ പള്ളി പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, കൂദാശ ജീവിതമില്ലാതെ മടിപിടിച്ചിരിക്കുന്ന ചിലർ. കൊന്ത ചൊല്ലിയാല, അനുസരണമില്ല, തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യം, വീട്ടിൽ കലഹം, ഒരുപക്ഷെ മദ്യപാനത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെ അടിമത്തം, കുടുംബത്തിൽ തീരാത്ത ദുഃഖം വരുത്തുന്ന ചിലരുണ്ടാവും. എൻ്റെ ഈ ദൈവമേ, ഇപ്പോൾ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിസാരപ്പെട്ട സ്ഥലമല്ല ഇത്. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും കൂടാരമാണ് പോട്ടാശ്രമം. നീ ഇങ്ങനെ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കാനാൻകാരുടെ പ്രാർത്ഥന പോലെയാണ് നീയും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ വീട്ടിലുള്ള, എൻ്റെ പരിചയത്തിലുള്ള ഇന്ന വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
അങ്ങ് ഇടപെടണമേ. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കർത്താവെ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ഉണ്ടാവട്ടെ, അത്ഭുതകരമായ മാനസാന്തരങ്ങൾ ഉണ്ടാവട്ടെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. നിനക്ക് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പലതരത്തിൽ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നീയും ആഗ്രഹിക്കണം, ദൈവത്തിൻ്റെ ആത്മാവെ അത്ഭുതകരമായ എന്നിൽ ഇടപെടണമേ, അതിശക്തമായൊരു ദൈവിക ഇടപെടൽ സംഭവിക്കപ്പെടട്ടെ. പൗലോസ്ലീഹായോട് ചേർന്ന് ഞാനും പ്രഖ്യാപിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. യേശുവേ, യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് ഈ വചനത്തിന്റെ ശക്തി സംഭവിക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സ്വഭാവത്തിൽ ഏതൊക്കെ മേഖലകളിൽ മാറ്റം വരുത്താനുണ്ടോ ആ മേഖലകളെല്ലാം സമർപ്പിക്കണം. എന്റെ പ്രിയരെ, നമ്മുടെ സ്വഭാവത്തിൽ ഏതെല്ലാം മേഖലകളിൽ മാറ്റം വരുത്താനുണ്ടോ പൗലോസ്ലീഹായെ പോലെ നമ്മളും മാറ്റം വരുത്തണം. ഇനിമേലിൽ ഞാൻ ഇതാ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഞാനല്ല ജീവിക്കുന്നത്, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിതനായിരിക്കുന്നു. നമ്മുടെ സ്വഭാവ രീതികൾ, നമ്മുടെ ചിന്താശൈലികൾ, ഇന്നലകളിലെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ എന്തു ആയിക്കൊള്ളട്ടെ, കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവേ അത്ഭുതകരമായി ഈ കൂട്ടായ്മയിൽ ഇടപെടട്ടെ. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. ഓ പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വെളിപ്പെടണമേ. നന്നായിട്ട് കൈയടിക്കാം. ആമേൻ. ഈ സമയം ഹന്നാമ്പളം തെളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയിലോട്ട് കടന്നു വരുന്ന ഓരോരുത്തരും ഇതാ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വലിയ വിശുദ്ധീകരണം സംഭവിക്കപ്പെടട്ടെ. പൗലോസ്ലീഹായെ പോലെ നമ്മുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടാവട്ടെ. പാപത്തെയും പാപ സാഹചര്യങ്ങളും ചെറുത്ത് തോൽപ്പിക്കാൻ കൃപ ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്ത് കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ആമേൻ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. ആമേൻ, ആമേൻ. ശക്തിധന അഭിഷേകം, 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 വിശുദ്ധിധന അഭിഷേകം, അഭിഷേകം, ദാസരിലേഖനമേ. പഠിക്കേ. ശക്തിധന അഭിഷേകം, അഭിഷേകം, അഗ്നിധന അഭിഷേകം, അഭിഷേകം, വിശുദ്ധിധന അഭിഷേകം, അഭിഷേകം. ദാസരിലേഖനമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:20 തിരുവചനം ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഓ ദൈവമേ, ഈ വചനത്തിന്റെ ശക്തി എന്നിൽ നിറയപ്പെടട്ടെ. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവജനത്തിലും നിറയപ്പെടട്ടെ. വിശുദ്ധ പൗലോസ്ലീഹായോടൊപ്പം ഞങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ. ഓ ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ. ഹല്ലേലൂയാ. യേശുവേ ആരാധന. നന്നായിട്ട് പ്രാർത്ഥിക്കണം. 2 കാര്യങ്ങൾ മനസ്സിൽ ഓർക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സ്വഭാവത്തിൽ ഏതെങ്കിലും മേഖലകളിൽ മാറേണ്ടതുണ്ട്. അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ചെവി പറഞ്ഞു തരും. അപ്പോൾ പറഞ്ഞു തരുന്നത് കേട്ടതനുസരിക്കണം. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ശൈലികളിൽ, നമ്മുടെ ചിന്തകളിൽ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണം. സാവൂള് പൗലോസ് ആയതുപോലെ എൻ്റെ സ്വഭാവത്തിലും മാറ്റം വേണം. ഗലാത്യർ 2:20 എന്നിൽ സംഭവിക്കണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുടുംബത്തിലോ പരിചയത്തിലോ കൂട്ടായ്മയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുഖം, പേര് ഈ സമയം അത്രയും
പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാവും, ഇന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഈ വ്യക്തി പ്രാർത്ഥനയോ ദൈവവിചാരമില്ലാതെ ജീവിക്കുകയായിരിക്കും. നമ്മുടെ പ്രാർത്ഥനയിലൂടെ ആ വ്യക്തിയിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാവും. നമ്മളത് വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു.